ഹായ്, ഞാൻ ജിഷു. നമുക്ക് നേന്ത്രപ്പഴം കൊണ്ടൊരു പായസം ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേന്ത്രപ്പഴം കഷ്ണങ്ങളായിട്ട് മുറിച്ചതിൻ്റെ ആ കറുപ്പൊക്കെ ഒന്ന് മാറ്റി നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ നമ്മളുടെ ശർക്കരപ്പാവ് നന്നായിട്ട് കുറുക്കിയതിന് ശേഷം, ശർക്കര കുറുക്കിയതിന് ശേഷം അത് അരിപ്പയിലൊന്ന് ഊറ്റിയിട്ട് കല്ലൊക്കെ കളഞ്ഞെടുത്തു. നമ്മുടെ നാളികേരത്തിൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാം പാലും 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും എടുത്തു. പിന്നെ നമ്മൾ കുക്കറിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിൽ ശർക്കരപ്പാവ് ഒഴിച്ചിട്ട് ശർക്കരപ്പാവും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് നമ്മൾ അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് രണ്ടാം പാലിൽ കിടന്നിങ്ങനെ വേവണം. അതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മളുടെ നാളികേരക്കൊത്തൊക്കെ നെയ്യിൽ എടുക്കാം. ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല. ഒന്നാം പാൽ ഒഴിച്ചിട്ട് പായസം റെഡിയാക്കി എടുത്തു.